എം ഹസൻ KPCC ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ തുടരും. KPCC നേതൃയോഗത്തിന് ശേഷവും സുധാകരന് പദവി കൈമാറിയില്ല. അതേസമയം യോഗത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും നിർഭൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാവ്യ, തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന KPCC നേതൃയോഗത്തിൽ ഗുരുതരമായ വിമർശനമാണ് നേതാക്കൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചത്. കെ മുരളീധരനും MK രാഘവനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ കെടുകാര്യസ്ഥതയുണ്ടായി എന്ന വിമർശനമാണ് വന്നത്. സംഘടനാ പുനഃസംഘടനയിൽ അവസാനമുണ്ടായ ഈ പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ട് പോയത് ഒരു വിഭാഗം പ്രവർത്തകർ വിട്ടുനിൽക്കുന്ന അവസ്ഥയുണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ അനുഭവിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ പണത്തിന് ആർത്തിയുള്ളവരായി മാത്രം നേതാക്കൾ മാറി എന്ന വിമർശനം കെ മുരളീധരൻ, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി കൂടിയായ കെ മുരളീധരൻ ഉന്നയിച്ചു. അവിടെ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. MK രാഘവൻ കോഴിക്കോട് നിന്ന് തന്നെ ഉള്ള ഒരു KPCCയുടെ നേതാവ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു. അത് നേതാവിൻ്റെ പേര് പറഞ്ഞില്ല എങ്കിലും ടി സിദ്ദിഖിനെയാണ് അദ്ദേഹം MK രാഘവൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KPCC അധ്യക്ഷ പദവി നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റായി തുടരുന്നത് എം ഹസനാണ്. ഇന്ന് പദവി ഒഴിഞ്ഞ് പുതിയ പകരം നേരത്തെയുള്ള നിലവിലുള്ള KPCC അധ്യക്ഷ കെ സുധാകരന് ചുമതല കൈമാറുമെന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന സൂചന. പക്ഷേ ഇന്ന് അദ്ദേഹം എം ഹസൻ പദവി ഒഴിഞ്ഞില്ല, ആക്ടിംഗ് പ്രസിഡന്റായി അദ്ദേഹം തുടരും. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും എം ഹസനാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഇതിൽ കെ സുധാകരൻ നീരസമുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അദ്ദേഹം ഉടൻ തന്നെ KPCC അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ തയ്യാറായാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ എത്തിയത്. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു നിർദ്ദേശം ലഭിച്ചില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് എങ്കിൽ ഈ റിസൾട്ട് വരുമ്പോൾ തിരിച്ചടി നേരിടുകയാണെങ്കിൽ വീണ്ടും KPCC അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരന് എത്താൻ കഴിയുമോ എന്ന ആശങ്ക സുധാകരൻ അനുകൂലികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ വിമർശനങ്ങൾ പൂർണ്ണമായി നേതാക്കൾ തള്ളുകയാണ് ഉണ്ടായത്. അല്ല, ആരെന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഒരു പാർട്ടി യോഗത്തിലാവുമ്പോൾ പലരും പറയും. പലയിടത്തുമുള്ള സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതൊക്കെ സംഘടനാപരമായി പരിഹരിക്കുന്നത്. ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു. അതാരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല. അത് ചോർത്തി തന്നത് ആരാണെങ്കിലും സംഭവം ഇതിൻ്റെ അകത്തില്ലാത്തവരാണ്. നേതൃയോഗത്തിൽ MPമാർ അവരുടെ ആശങ്ക, നിലവിലുള്ള സിറ്റിംഗ് സ്ഥാനാർത്ഥികളുടെ ആശങ്ക മുന്നോട്ട് വച്ചു എങ്കിലും തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന വിലയിരുത്തലാണ് നേതൃയോഗത്തിൽ ഉണ്ടായത്. കടുത്ത മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലുണ്ട്. 4 മണ്ഡലങ്ങളുടെ പേരാണ് KPCC നേതൃത്വത്തിൽ ഉയർന്നത്. പക്ഷേ ഭൂരിഭാഗം സീറ്റുകളും UDF നേടും. അത്തരത്തിലുള്ള ആത്മവിശ്വാസമാണെന്ന് നേതൃയോഗത്തിലെ നേതാക്കൾ മുന്നോട്ട് വച്ചത്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞതിനുള്ള ആശങ്കയുണ്ട്. അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ KPCC യോഗത്തിൽ വ്യക്തമായ ധാരണയിലെത്തിയിട്ടില്ല. അതനുസരിച്ചുള്ള പഠനങ്ങൾ ഈ പ്രദേശങ്ങളിൽ ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തി ഏത് തരത്തിലുള്ള വോട്ടാണ് UDF വോട്ടർമാരാണോ വോട്ട് ചെയ്യാൻ എത്താത്തത് എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശവും ഇന്നത്തെ KPCC നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാവ്യ.